അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 18ാമത്തെ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാമിന അഷർ ഹാദിമുൽ ലദ്ദാത്ത്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ചു വൃത്തിയായി വുളൂ ചെയ്തു. കഫൻ പുടവ വിരിച്ചു. അതിൽ ഖിബലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്തു നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നുവരെ ലോകത്ത് വന്നവർ മരിച്ചുപോയി. അക്കൂട്ടത്തിൽ നബിമാരുമുണ്ട്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളും എല്ലാമുണ്ട്. എപ്പോൾ മരിക്കുമെന്ന് മഹാന്മാരായ ചിലർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല. ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ അല്പം പോലും കൂട്ടുകയോ കുറക്കുകയോ ഇല്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലും മ്രിഇം മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. ഈ ലോകജീവിതം വളരെ ചെറുതാണ്. പരലോക ജീവിതം അറ്റമില്ലാത്തതുമാണ്. അതുവരെ ബർസഖി ലോകത്ത് ജീവിക്കേണ്ടി വരും. ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട്. സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരക യാതനകളുമാണുള്ളത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അതുകാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായി. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്നത് ഇങ്ങനെയാണ്, അമലും ബിലാ ദിക്രിൽ മനിയതി ലാ അസർ വബിദിക്രിഹാ ഹഖൻ കദർബി മഅബിലാ. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഉദാഹരണമായി, മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂഅ് വർദ്ധിപ്പിക്കും. അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും. ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായകമാകും. വീട്, വസ്ത്രം, ഭക്ഷണം, വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കുകയും
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാൻ മരണസ്മരണ നമ്മെ സഹായിക്കും. ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താൽപ്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്നു, വഖ്നഅ ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില മൻ യത്ലുബൻ മാ ലൈസ യഅ്നീഹി ഫഖദ് ഫാതല്ലദീ യഅ്നീഹി മിൻ ഗൈരി ഇത്ലാ. വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവൻ ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. ഈ അധ്യായത്തിലൂടെ നാം പഠിച്ചത് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചാണ്. ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, വളരെ ചുരുങ്ങിയതാണ്. അനശ്വരമായ ആഖിറ ലോകത്തെ ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ നാം വർദ്ധിപ്പിക്കണം. മരണത്തെ ഓർക്കുന്നത് നാം വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കും, ഖുശൂഅ് വർദ്ധിപ്പിക്കും. ഇഹലോക ജീവിതത്തിൻ്റെയും പരലോക ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ജീവിതമാണ് ബർസഖി ജീവിതം എന്ന് പറയുന്നത്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ആഖിറ വിജയം നേടാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. 1. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. ഹാദിം, മുറിച്ചു കളയുന്നത്. അസർ, സ്വാധീനം, പ്രയോജനം. ലദ്ദത്ത്, സുഖം. ലർബുൻ, വെട്ട്. അഹ്ൽ, കുടുംബം. മിഅ്വൽ, പിക്കാസ്. ഷിറാഖ്, ചെരുപ്പിൻ്റെ വാർ. ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ. മൗത്ത്, മരണം. ത്വലബ, അന്വേഷിച്ചു. അദ്ന, ഏറ്റവും അടുത്തത്. ദിക്ർ, ഓർമ്മ. ബർസഖ്, മരണം മുതൽ പുനരുദ്ധാരണം വരെയുള്ള ഘട്ടം. അടുത്തവർക്ക്. 2. നുതർജിം, പരിഭാഷപ്പെടുത്താനാണ്. 1. വഖ്നഅ ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില. അർത്ഥം: വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. 2. അമലും ബിലാ ദിക്രിൽ മനിയ്യതി ലാ അസർ വബിദിക്രിഹാ ഹഖ്ഖൻ കദർബി മഅവില. അർത്ഥം: മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 3. നുഅരിബ്, താഴെ കൊടുത്തവ അറബി വൽക്കരിക്കാനാണ്, അറബിയിൽ എഴുതാനാണ്. 1. ചെരുപ്പിൻ്റെ വാർ കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. അതിൻ്റെ അറബി: കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. 2. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അറബി: അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. 4-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്, ഉത്തരമെഴുതാം. 1. ഖനാഅത്ത് എന്നാൽ എന്ത്? ഉത്തരം:
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ. 2. മരണസ്മരണയുടെ വിധിയെന്ത്? ഉത്തരം സുന്നത്ത്. 3. മരണസ്മരണ കൊണ്ടുള്ള നേട്ടമെന്ത്? ഉത്തരം ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. 4. സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 5. മരണത്തെ പേടിക്കുകയാണോ വേണ്ടത്? ഉത്തരം മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. 6. ഖബർ ജീവിതത്തെക്കുറിച്ചോർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു ആര്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദുൽ ഫിഖറ പാരഗ്രാഫ് തയ്യാറാക്കാം. 1. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. നമുക്ക് ഒരു പാരഗ്രാഫ് എഴുതാം. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ചു വൃത്തിയായി വുളൂ ചെയ്തു. കഫൻപുടവ വിരിച്ചു. അതിൽ ഖിബ്ലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ഞത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. 2. മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടങ്ങൾ. ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താൽപ്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 6. തഖ്സീസ്. മരണത്തെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ധാരാളം കവിതകൾ മരണത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നമുക്ക് അല്പം കവിതകൾ ശേഖരിക്കാം. ഇന്നലെ കണ്ടവർ ഇന്നുമില്ല, ഇന്ന് നാം കണ്ടവർ നാളെയില്ല, ഭൂമിയിൽ സ്ഥിരവാസമാർക്കുമില്ല, ദുനിയാവ് നശ്വരം എന്നതോർക്കാം. ദൂരയാത്രക്കിടെ നാം ഇരിക്കും, വിശ്രമനേരമേയുള്ളു മണ്ണിൽ, അതു നമ്മളോർത്തു ജീവിച്ചു കൊള്ളുക, അതിനാലൊരുക്കിടാം കർമ്മമേറെ. ഒരു കവിത കൂടി നമുക്ക് നോക്കാം. മരണം. ഒരു യാത്രാമൊഴി പോലും ചൊല്ലാൻ കഴിയാതെ, ഒരിക്കലും ഒരു മടക്കയാത്രയില്ലാതെ അവസാന യാത്ര. താൻ ചെയ്ത നന്മകൾ മാത്രം സമ്പാദ്യമായി കരുതി, ഉറ്റവരുമുടയവരുമില്ലാതെ തന്നെ പൊതിഞ്ഞ വെള്ളത്തുണി മാത്രം ധരിച്ച്, ആഡംബരമൊന്നുമില്ലാത്ത മൗനയാത്ര. ഉറ്റവരുടെ കണ്ണീരൊപ്പാൻ ചലനമറ്റ് ദേഹിയായി, സുഗന്ധദ്രവ്യത്താൽ ചമഞ്ഞൊരുക്കി അന്ത്യയാത്ര. അവസാനം സലാം ചൊല്ലിപ്പടിയിറങ്ങുമ്പോൾ ഉള്ളു തേങ്ങുന്നുണ്ടാകും. മണ്ണിൽ പിറന്നവൻ മണ്ണിലടിയുമെന്ന പ്രപഞ്ച സത്യം കാലം നടപ്പിലാക്കുന്നു.